ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഗണിതത്തിന്റെ 3ാം ചാപ്റ്ററിലെ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ പേജ് 63ലെ 6ാമത്തെ ചോദ്യമാണ്. ചോദ്യം നോക്കൂ. 5, 8, 11 എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങൾ ഒന്നും ഇല്ല എന്ന് തെളിയിക്കുക. ഇത് എങ്ങനെ ചെയ്യാം? അപ്പോൾ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ എന്നാം പദം കണ്ടുപിടിക്കുക. അതിനുശേഷം പൂർണ്ണവർഗങ്ങളുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. ഇത് രണ്ടും തുല്യമല്ല എന്ന് തെളിയിച്ചാൽ നമുക്ക് ഈ സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങൾ ഒന്നുമില്ല എന്ന് കിട്ടും. നമുക്ക് നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന സമാന്തര ശ്രേണി ഏതാണ്? 5, 8, 11. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ പൊതുരൂപം എന്തായിരിക്കും? xn സമം dn പ്ലസ് എഫ് മൈനസ് ഡി. ഒന്നാം പദം 5, പൊതുവ്യത്യാസം 8 മൈനസ് 5 3, എഫ് മൈനസ് ഡി 5 മൈനസ് 3 2. അപ്പോൾ പൊതുരൂപം xn സമം 3n പ്ലസ് 2. ഓക്കെ, അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n പ്ലസ് 2 ആണ്. ഇനി ഒരു സംഖ്യ പൂർണ്ണവർഗമാവുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് xnന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ xn 3n പ്ലസ് 2 ആണ്. അതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ എടുത്തു നോക്കൂ. അപ്പോൾ നമുക്ക് xn സ്ക്വയർ, എന്നാം പൂർണ്ണവർഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? xn സ്ക്വയർ ആയിരിക്കും. അതിൻ്റെ ഈ ശ്രേണിയിൽ വരണമെങ്കിൽ xn എന്താണ്? 3n പ്ലസ് 2 ആണ്. അപ്പോൾ അതിൻ്റെ വർഗം എന്തായിരിക്കും? 3n പ്ലസ് 2 സ്ക്വയർ. അപ്പം നമുക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതുപയോഗിക്കുമ്പോൾ 9n സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 ഇൻറ്റു 2 12n പ്ലസ് 4. ഇനി നമുക്ക് ഇതിനെ എക്സിന് രൂപത്തിലാക്കാൻ വേണ്ടി ഇതിൽ എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു 3നെ എടുക്കാം. 3 പൊതുവായി എടുക്കുക. 3 പൊതുവായി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 9n സ്ക്വയറിൽ 3n സ്ക്വയർ ഉണ്ടാവും. അതേപോലെ 12n ബാക്കി ഉണ്ടാവുന്നത് 4n ആയിരിക്കും. 4ന് നമുക്ക് 3 പ്ലസ് 1 എന്ന് എഴുതി കഴിഞ്ഞാൽ 1 പുറത്തെടുത്തു. അപ്പോൾ ബാക്കി പ്ലസ് 1 ഉണ്ടാവും. അപ്പോൾ 3 ഇൻറ്റു 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 പിന്നെ പ്ലസ് 1 എന്ന് എഴുതാം. ഇനി 3n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 അത് എന്തായിരിക്കും? ഒരു എണ്ണൽ സംഖ്യയായിരിക്കും. അത് m ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 3m പ്ലസ് 1 എന്ന പൊതുരൂപമായിരിക്കും എന്നാം പൂർണ്ണവർഗത്തിന് കിട്ടുന്നത്. ഇനി നമ്മുടെ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപവും പൂർണ്ണവർഗത്തിന്റെ ബീജഗണിത രൂപവും ഒന്ന് ശ്രദ്ധിക്കൂ. സമാന്തര ശ്രേണി സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 ആണ്. പൂർണ്ണവർഗത്തിൻ്റെത് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ്. അതിൻ്റെ അർത്ഥം ഇവയുടെ ബീജഗണിത രൂപം തുല്യമല്ല. അതുകൊണ്ട് ഈ സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങളൊന്നും ഇല്ല. അതായത് xn സ്ക്വയറിന്റെ ബീജഗണിത രൂപം xnന്റെ ബീജഗണിത രൂപത്തിന് തുല്യമല്ല. അതിനാൽ ഈ സമാന്തര ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്തു കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഈ പേജിലുള്ള 6 ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബോക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.